ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ഫോർവേഡ് കേക്കാണ് കാണിക്കുന്നത്. പലരും പറഞ്ഞിട്ടുള്ളത് ഈ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായി പോയ കഥകളാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ടോപ്പ് ഫോർവേഡ് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്ര വലിയ പ്രയാസമൊന്നുമില്ലത് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ സാധാരണ സ്പഞ്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഈ കേക്കിന് വേണ്ടിയിട്ട് സ്പഞ്ച് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു സ്പഞ്ചൊന്നും ഇതിന് റെഡിയാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അത് ചെയ്യാം. അതല്ല നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ കസ്റ്റമർക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് വെച്ചാൽ അത് തന്നെ ഈ ടോപ്പ് ഫോർവേഡ് കേക്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ കേക്കിന് വേണ്ടിയിട്ട് വനില സ്പഞ്ചാണ് ഇപ്പോൾ റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതാണ്, നമ്മൾ 1 kg കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒരിക്കലും സ്പഞ്ച് ഉണ്ടാക്കരുത്. അതിന് നമ്മൾ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ സ്പഞ്ച് റെഡിയാക്കുമ്പോൾ നമുക്ക് ഹൈറ്റ് അധികം കിട്ടില്ല. കാരണം അത് റൗണ്ട് കൂടുതലുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ 7 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഹൈറ്റ് കിട്ടിയാൽ നമ്മൾ കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഭാഗം 1/4 ഭാഗത്തോളം കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ടോപ്പ് ഫോർവേഡ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് താഴെ ഭാഗം അത്യാവശ്യം നല്ല വീതി ഉണ്ടാവും. അപ്പോൾ താഴെ ബേസിമിൽ വിൽക്കുന്ന ഭാഗം അത്യാവശ്യം വീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേക്ക് നല്ല സ്ട്രൈറ്റിൽ തന്നെ നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ നല്ല സ്ട്രൈറ്റിൽ തന്നെ നിന്നോളും. അപ്പോൾ പിന്നെ അത് മറിഞ്ഞ് വീഴുന്നില്ല, പേടിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടെ മോൾഡ് വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നതെന്ന്. ഇത് 7 ഇഞ്ചിൻ്റെ മോൾഡാണ്. ഇത് റൗണ്ട് കുറവായിരിക്കും, ഹൈറ്റ് കൂടുതലായിരിക്കും. ഇത് 8 ഇഞ്ചിൻ്റെ മോൾഡാണ്. ഇതിൽ ഉണ്ടാക്കിയാൽ നമുക്ക് റൗണ്ട് കൂടുതലായിരിക്കും, പക്ഷേ ഹൈറ്റ് അധികം കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി നിർത്തുമ്പോൾ ഹൈറ്റ് കൂടുതലായിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇത് താഴെ വീണ് പോകാൻ സാധ്യത ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനും വീണ് പോകാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോഴാണ് ഈ ടോപ്പ് ഫോർവേഡ് കേക്ക് ഫ്ലോപ്പായി പോകുന്നത്. എന്നാൽ നമ്മൾ 7 ഇഞ്ചിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ റൗണ്ട് കുറവായിരിക്കും, എന്നാൽ ഹൈറ്റ് കൂടുതലായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ നല്ല രീതിയിൽ അവിടെ നിൽക്കും. കാരണം വീതി കൂടുതലായിട്ട് കിട്ടുമല്ലോ. നമ്മൾ ഹൈറ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് വരുമ്പോൾ കേക്ക് നമ്മൾ ഐസിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നല്ല വീതി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ബേസിൽ കുത്തി നിർത്താൻ നല്ല വീതി ഉണ്ടാവും. അപ്പോൾ ശരിക്കും നിൽക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട് ഒന്നും ചെയ്യില്ല. എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു അവർ ഈ ടോപ്പ് ഫോർവേഡ് കേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയി, താഴെ വീണ് പോയി എന്നൊക്കെ. പക്ഷേ 7 ഇഞ്ചിൻ്റെ പാനിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ടോപ്പ് ഫോർവേഡ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില യൂട്യൂബേഴ്സൊക്കെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ കേക്ക് ഫ്ലോപ്പായി പോവും, അപ്പോൾ അതുകൊണ്ട് പുതിയൊരു മെത്തേഡ് ഫോളോ ചെയ്യാമെന്നൊക്കെ. പക്ഷെ ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നൊരു രീതിയിൽ തന്നെ ഈ 7 ഇഞ്ചിൻ്റെ മോൾഡിൽ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ പുതിയ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലെ കേക്ക് വെച്ചിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലെയറാക്കി എടുക്കുന്നത് അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഐസിങ് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം ഫിനിഷിംഗ് വർക്ക് ചെയ്യാനോ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനോ ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലും നല്ലത് നമ്മൾ 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യാതെ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ 3 ലെയറാക്കി എടുത്തിട്ട് നമ്മൾ ഐസിങ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം 1/4 ഭാഗത്തോളം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി നിർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടോപ്പ് ഫോർവേഡ് കേക്ക് റെഡിയാക്കാൻ പറ്റും. അവർ പറഞ്ഞത് തെറ്റാണെന്ന രീതിയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനും ഫിനിഷിംഗ് വർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിനേക്കാളും നല്ലത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ ഐസിങ് ചെയ്തിട്ട് നമുക്കൊരു ഭാഗം കട്ട് ചെയ്തിട്ട് ടോപ്പ് ഫോർവേഡ് ആക്കിയിട്ട് വെക്കുകയാണ് നല്ലതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ മോൾഡ് വെച്ചിട്ട് ഒരു സ്പഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട് കേക്ക്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെന്ന് അറിയാം, പക്ഷേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഐസിങ് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഐസിങ് ചെയ്തെടുക്കുമ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് കൂടുതലായിട്ട് വെറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബോട്ടിൽ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ഷുഗർ സിറപ്പ് കൂടിപ്പോവും. ഇനി നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് ക്രീം ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ലെയറും ക്രീം ഇട്ടതിന് ശേഷം നമ്മൾ ടോപ്പ് ഫോർവേഡ് കേക്കാക്കി വെക്കുമ്പോൾ കുറച്ച് ഉള്ളിൽ കൂടുതൽ ക്രീം ഉണ്ടായി കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് മറിഞ്ഞ് വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ക്രീം ഇട്ട് കൊടുക്കണം, ഓവറാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്. എന്നാൽ ക്രീം കുറക്കും ചെയ്യരുത്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി, കൂടുതലായി പോകരുത് എന്ന് മാത്രം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കാം. ഫില്ലിങ്ങായിട്ട് നമുക്ക് ടോഫിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷോ അല്ലെങ്കിൽ ക്രഷുകളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സൊക്കെ ചേർക്കാം, പക്ഷേ എല്ലാം കുറേശ്ശായിട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കേക്കിന് വെയിറ്റ് കൂടിപ്പോവും. അപ്പോൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കേക്ക് ടോപ്പ് ഫോർവേഡ് ആക്കിയിട്ട് വെക്കുമ്പോൾ നമുക്ക് കേക്കിന് കനം കൂടുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞു വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഫില്ലിങ് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാനിത് ഫൈനൽ കോട്ട് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാതെ നമ്മളിത് കട്ട് ചെയ്തിട്ട് ടോപ്പ് ഫോർവേഡ് ആക്കിയിട്ട് വെച്ചിട്ട് പിന്നീട് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമാണ് ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫൈനൽ വർക്ക് ക്രീമും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം, ഫ്രിഡ്ജിലല്ല. ഫ്രീസറിൽ വെച്ചിട്ട് അരമണിക്കൂർ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ എടുത്തിട്ട് കാൽ ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പ് ഫോർവേഡ് ആക്കിയിട്ട് വെക്കുന്നത് എങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മറിഞ്ഞ് വീഴത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ കേക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതുപോലെ ക്രീമൊക്കെ നല്ല ഫിനിഷ് ആക്കിയിട്ട് തന്നെ നമ്മൾ ടോപ്പ് ഫോർവേഡ് ആക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അധികം ജോലികളൊന്നുമില്ല. ബാക്ക് ഭാഗം ഒന്നുകൂടി ഫിനിഷാക്കി എടുക്കേണ്ടി വരും ക്രീം ഇട്ട് കൊടുത്തിട്ട്. എന്നാലും പിന്നെ സ്പാച്ചിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാനേ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ അതുപോലെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കലും ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യുന്നതെങ്കിൽ നല്ല പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ക്രീം നല്ല നീറ്റായിട്ട് തന്നെ ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ കാൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ സാധാരണ ഏതെങ്കിലും നൈഫ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ കേക്ക് പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഭാഗം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് മാറ്റി വെക്കാനൊന്നും ഉണ്ടാവില്ല, കുട്ടികളുള്ള വീടാണെങ്കിൽ അതപ്പം തന്നെ ഫിനിഷ് ആയിക്കോളും. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നല്ല രീതിയിൽ ക്രീം ഇട്ട് കൊടുക്കണം. കുറച്ചൊരു കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ ബേസിൽ സ്റ്റാൻഡ് ചെയ്ത് നിർത്തുമ്പോൾ നല്ല സ്ട്രൈറ്റിൽ നിൽക്കണമെങ്കിൽ കുറച്ച് ക്രീം ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്രീം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഈ ബേസിൽ വെച്ചിട്ട് തന്നെ സ്റ്റാൻഡ് ചെയ്ത് നിർത്താം. മറ്റൊരു ബേസിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് പ്രയാസമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ ബേസിൽ തന്നെയാണ് ഇത് സ്റ്റാൻഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കിലേക്ക് തള്ളിക്കൊണ്ടുവരാം. കുറച്ച് ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് തള്ളിക്കൊണ്ടുവന്നാൽ മതി. അതിനുശേഷം ഇതുപോലെ ഒരു സ്പാച്ചില മുൻഭാഗത്ത് വെക്കുക. ബാക്ക് ഭാഗത്തുള്ള സ്പാച്ചില കൊണ്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ബേസിലേക്ക് വന്ന് ശരിക്കും തന്നെ നിൽക്കും. അതിനുശേഷം സ്പാച്ചില തട്ടിയ ഭാഗങ്ങളിൽ ക്രീം പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫിനിഷാക്കി എടുക്കാം.
പിന്നെ കേക്കിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ അവിടെ നല്ലതായിട്ടൊന്ന് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഫിനിഷാക്കി എടുക്കണം. നമ്മുടെ ഈ കേക്കിന് 2 ഭാഗവും നല്ല കാണുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെയും ഫിനിഷാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഭാഗം ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കേക്കിന് അധികം പ്രസ് ചെയ്ത് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് മറിഞ്ഞ് വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്ന് കരുതി പെട്ടെന്ന് മറിഞ്ഞ് വീഴൊന്നുമില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്പാച്ചില കൊണ്ട് അധികം പ്രസ് ചെയ്യാതെ നമുക്ക് നല്ല ഫിനിഷാക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റും. നമ്മൾ ഫൈനൽ കോട്ട് ക്രീമും ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ ഫിനിഷ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മറ്റേ രീതിയിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൗണ്ടൊക്കെ ഷാർപ്പ് അടിച്ച് വരുത്താനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പിന്നീട് കട്ട് ചെയ്ത് വെക്കുകയാണ് നല്ലത്. മറ്റേ രീതിയിൽ കട്ട് ചെയ്യാതെ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഡെക്കറേഷന് വേണ്ടിയിട്ടൊരു 3 ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ഫ്ലവർ അല്ല, സാധാരണ ഫ്ലവറാണ്. നിങ്ങൾക്ക് പേര് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പേര് എഴുതാം. പക്ഷെ ഞാൻ വീട്ടിൽ ഉപയോഗിക്കാനുള്ള കേക്കായതുകൊണ്ട് പേരൊന്നും എഴുതിയിട്ടില്ല. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ലീഫ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഭാഗത്ത് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ സിൽവർ ബോൾസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. ഇനി ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫിനിഷിംഗ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷനാണ് നമ്മളെ ഓയിൽ ബ്രഷ് ഡെക്കറേഷനോ അല്ലെങ്കിൽ സ്പാച്ചില ഡിസൈന്, പിന്നെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുമല്ലോ, അതൊക്കെ ചെയ്യാം. അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാനും പറ്റും. പിന്നെ കൂടുതൽ ഫിനിഷിംഗ് വർക്കൊന്നും ചെയ്യേണ്ട കേക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ടോപ്പ് ഫോർവേഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല സന്തോഷം തോന്നിയൊരു നിമിഷമാണിത്. കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓരോരുത്തർ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായി പോയ കഥകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കും. എങ്ങനെയാണ് ഇത് ഉണ്ടായി വരിക എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ടോപ്പ് ഫോർവേഡ് കേക്ക് ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തത്. മറ്റേ രീതിയൊന്നും പരീക്ഷിച്ച് നോക്കാഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടോപ്പ് ഫോർവേഡ് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ കേക്ക് ചെയ്യേണ്ട രീതിയും ഇതുതന്നെയാണ്. മറ്റുള്ള മെത്തേഡൊക്കെ നമ്മൾ എളുപ്പവഴിയായിട്ട് ചെയ്ത് നോക്കിയല്ലേ, അപ്പോൾ കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടിയില്ല. ഈ രീതിയിൽ തന്നെ ചെയ്തിട്ട് പരീക്ഷിച്ച് നോക്കണം എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അത് വിജയിച്ചു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എൻ്റെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഈ രീതിയിൽ ചെയ്താലും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.